പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതം നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ജോലിക്ക് പോകാനായിട്ട് തയ്യാറാകുകയായിരിക്കാം. പ്രഭാതത്തിൽ നിങ്ങളുടെ കിടക്കയിൽ നിന്ന് നിദ്രയിൽ നിന്ന് ഉണർന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയായിരിക്കാം. നിങ്ങളുടെ മറ്റുള്ള പഠനകാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ജോലിസ്ഥലത്ത് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, പഠനത്തിനായിട്ട് പോകുന്ന എല്ലാവരും ദൈവം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് അനുഗ്രഹമാകട്ടെ. ചിലർ ഇന്ന് വളരെ ഭാരത്തോടെ നിൽക്കുന്നവരുണ്ട്, വളരെ വിഷമതയോടെ നിൽക്കുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സാമ്പത്തികമായ ബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ വിടുതൽ നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ കഴിയും. ഒരു സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം: നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും, ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും. ജോബ് 8:22. നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. നിങ്ങളുടെ അവസ്ഥ കണ്ട് നിങ്ങളെ നിന്ദിക്കുന്നവർ, പകയ്ക്കുന്നവരുണ്ടാകും, അല്ലേ? മാറ്റി നിർത്തുന്നവരുണ്ടാകാം. നിങ്ങളുടെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ ചിലയിടത്ത് നിന്നൊക്കെ അകറ്റി നിർത്തുന്നുണ്ടാകും. കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. ഓ സ്തോത്രം! നമ്മൾ പകയ്ക്കുമ്പോൾ നമ്മളെ പറയുന്നത്, ഓ ഞാൻ നാണം കെട്ടുപോയി എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ലജ്ജിതനായിപ്പോയി, എൻ്റെ ജീവിതത്തിൽ ഇനി മുൻപോട്ട് ഇനി പോകാനായിട്ട് അതേ സാധിക്കത്തില്ലല്ലോ, എന്നെ അവരെല്ലാം കൂടെ മാറ്റി നിർത്തുന്ന ഒരു അനുഭവം. ഇല്ല കുഞ്ഞെ, പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒത്തിരി ഭാരത്തോടെ നിങ്ങൾ ഇന്ന് പ്രഭാതത്തിലിരിക്കുന്നത്, അല്ലേ? പക്ഷേ നിങ്ങളെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും കേട്ടോ. പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നമ്മെ പകയ്ക്കുന്നവർ, അല്ലേ? പകയ്ക്കുന്നവർ ഒരു പക്ഷേ ഓർക്കും, അവർക്ക് നമുക്ക് തിരിച്ച് പറയാനായിട്ടോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പകച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കർത്താവ് പറയുകയാണ്, അവർ ലജ്ജ ധരിക്കും. ദൈവവചനം പറയുന്നു, ലജ്ജ ധരിക്കും. അതുകൊണ്ട് പകയ്ക്കുന്ന വിഷയം കണ്ട് ഇന്ന് നിരാശപ്പെടേണ്ട കേട്ടോ. അതെല്ലാം വിട്ടുകളഞ്ഞേക്കെ. ആത്മാവിലൊന്ന് ഉണർന്ന് ഒന്ന് സ്തോത്രം ചെയ്തേ. ഇയ്യോബിനെ പലരും അവൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് തൻ്റെ സ്നേഹിതന്മാർ പോലും തന്നെ കുറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ എന്നിട്ടും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അവനെല്ലാം മടക്കി ഇരട്ടിയായിട്ട് കൊടുത്ത് അനുഗ്രഹിച്ച് മറ്റുള്ള പകച്ചവർ ലജ്ജ ധരിക്കുമാറുള്ള അനുഗ്രഹം ദൈവം എൻ്റെ മേൽ കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരും ദൈവം അപ്രകാരം ഒരു അനുഗ്രഹം നൽകും. പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ജീസസ്.